DC പവർ സപ്ലൈയെ കുറിച്ചാണ് അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സിന് ആവശ്യമായ DC സപ്ലൈ നൽകുന്നതിനാണ്. ഈ ഒരു സപ്ലൈയിൽ രണ്ട് പവർ സപ്ലൈ ഉണ്ട്. ഒന്ന് വേരിയബിൾ സപ്ലൈയും ഒന്ന് ഫിക്സഡ് സപ്ലൈയും. അപ്പോൾ അത് വേരിയബിൾ സപ്ലൈയിൽ 0 to 30 വോൾട്ട് വരെയും വേരി ചെയ്യാൻ പറ്റുന്ന സപ്ലൈയും, അതിന് കറണ്ട് മാക്സിമം 1 ആംപിയർ വരെ കറണ്ടും കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ±15 വോൾട്ട് 1 ആംപിയറിന്റെ ഒരു ഫിക്സഡ് സപ്ലൈ ഉണ്ട്. ഈ സെക്ഷനിലാണ് 0 to 30 വോൾട്ട് വേരി ചെയ്യുന്ന സപ്ലൈ ലഭിക്കുന്നത്. അതിന്റെ പോസിറ്റീവ് ടെർമിനൽ ഇതും നെഗറ്റീവ് ടെർമിനൽ ഇതും. ഇവിടെയുള്ള ഈ സെക്ഷനിലാണ് 15 വോൾട്ട് ± സപ്ലൈ ഫിക്സഡ് ആയിട്ടുള്ള സപ്ലൈ ലഭിക്കുന്നത്. അത് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഈ പോയിന്റിലേക്ക് +15ഉം അതുപോലെ ഈ പോയിന്റിലേക്ക് -15 വോൾട്ടും ആണ് ഫിക്സഡ് ആയിട്ടുള്ള സപ്ലൈ ലഭിക്കുന്നത്. അപ്പോൾ അത് വേരിയബിൾ സപ്ലൈ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായുള്ള രണ്ട് നോബ് ഇവിടെയുണ്ട്. ഒന്ന് കോയർസിൻ്റെതും ഒന്ന് ഫൈനും. ഈ കൺട്രോൾ ഉപയോഗിച്ച് മാക്സിമം 30 വോൾട്ട് വരെയും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണ് ഇവിടെ ഉള്ളത്. ഇത് ഉപയോഗിച്ചും സർക്യൂട്ടിലേക്ക് ആവശ്യമായ കറണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ പവർ സപ്ലൈയുടെ മെയിൻ പവർ ഓൺ ഓഫ് സ്വിച്ച് ആണത്. സർക്യൂട്ടിലേക്ക് ആവശ്യമായ പവർ സപ്ലൈ ആദ്യം തന്നെ DC പവർ സപ്ലൈ ഓൺ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ വോൾട്ടേജ് കോയൽസ് ഉപയോഗിച്ച് 0 മുതൽ 30 വോൾട്ട് വരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് സർക്യൂട്ടിലേക്ക് റിക്വയർമെന്റ് എത്രയാണോ അത്രയും വോൾട്ടേജ് ഈ നോബ് ഉപയോഗിച്ച് സെറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. മൾട്ടിമീറ്ററിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. രണ്ട് ടൈപ്പിലാണ് മൾട്ടിമീറ്റർ ലഭിക്കുന്നത്. ഒന്ന് അനലോഗ് മൾട്ടിമീറ്ററും രണ്ട് ഡിജിറ്റൽ മൾട്ടിമീറ്ററും. അനലോഗ് മൾട്ടിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ അനലോഗ് ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ഇതിൽ LCD ഡിസ്പ്ലേ ആയിരിക്കും. ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാം, റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം, അതുപോലെ ഡയോഡ് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് കപ്പാസിറ്റർ ചെക്ക് ചെയ്യാം, ഫ്രീക്വൻസി മെഷർ ചെയ്യാം, ടെമ്പറേച്ചർ മെഷർ ചെയ്യാം, അതുപോലെ ട്രാൻസിസ്റ്ററിന്റെ HFE മെഷർ ചെയ്യാം. പിന്നെയുള്ളത് കറണ്ടാണ്. അപ്പം അത് വോൾട്ടേജും കറണ്ടും AC-യും DC-യും മെഷർ ചെയ്യാൻ പറ്റും. ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് മാക്സിമം 1000 വോൾട്ട് DC മെഷർ ചെയ്യാം. അതുപോലെ AC 750 വോൾട്ട് AC മെഷർ ചെയ്യാം. കറണ്ട് മാക്സിമം 20 ആംപിയർ വരെയും മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഏതാണോ നിങ്ങൾ മെഷർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള സെലക്ഷൻ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ഇത് ഏതാണോ മെഷർ ചെയ്യേണ്ടത് അതിലേക്ക് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വോൾട്ടേജിലേക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ അടുത്ത സ്വിച്ച് കണക്ഷൻ സ്വിച്ചിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം. അടുത്തതിലേക്ക് വെച്ചാൽ ഡയോഡ് ചെക്ക് ചെയ്യാം. അങ്ങനെ ഏതാണോ ആവശ്യമുള്ളത് അതിലേക്ക് ഈ സ്വിച്ച് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് വെക്കുക. ഇതിൽ മെഷർ ചെയ്യേണ്ട നമുക്ക് ഉപയോഗിക്കുന്ന പ്രോബ് ഒരു റെഡ് കളറും ബ്ലാക്ക് കളറുള്ള പ്രോബ് ഉണ്ടാവും. അപ്പം അത് ബ്ലാക്കിന്റെ വയറാണ് എപ്പോഴും ഇവിടെ കോം നെയ്തിട്ടുള്ള കണക്ഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അത് കോമൺ ആയിട്ടുള്ള കണക്ഷനാണ്. അപ്പം അത് എപ്പോഴും അതേ പോയിന്റ് തന്നെ കണക്ട് ചെയ്ത് വെക്കുക. റെഡ് കളർ പ്രോബ് നമുക്ക് മെഷർ ചെയ്യേണ്ട ഏതാണോ അതിനനുസരിച്ചിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഇപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് വോൾട്ട്, ഓം, ഹെർട്സ് ഉണ്ട്.
അപ്പോൾ അത് വോൾട്ടേജും റെസിസ്റ്റൻസ് ഫ്രീക്വൻസി ഒക്കെ മെഷർ ചെയ്യുന്ന സമയത്ത് ആ പ്രോബ് ഇവിടെ കണക്ട് ചെയ്യുക. അതല്ല കറണ്ടാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ, മില്ലി ആംപിയർ ആണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മില്ലി ആംപിയറിന്റെ ഹോളിൽ എവിടെയും കണക്ട് ചെയ്യണം. അതല്ല അതിൽ കൂടുതൽ ആംപിയറിലേക്കാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യുക. ചെറിയ മില്ലി ആംപിയർ റേഞ്ചിലുള്ള കറണ്ട് മാത്രമാണെങ്കിൽ ഇവിടെയുള്ളൂ. ആംപിയർ റേഞ്ചിലുള്ള ഹൈ കറണ്ടെല്ലാം മെഷർ ചെയ്യുന്നത് മാക്സിമം 20 ആംപിയർ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കറണ്ടൊക്കെ മെഷർ ചെയ്യുന്നതാണെങ്കിൽ ഈ പോസിറ്റീവിന്റെ പ്രോബ് ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഒരു DC വോൾട്ടേജ് എങ്ങനെ മെഷർ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ അതിനായി ആദ്യം ഇതിന്റെ സെലക്ഷൻ സ്വിച്ച് വോൾട്ടേജിലേക്ക് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം മെഷർ ചെയ്യുന്നത് ഇപ്പോൾ DC പവർ സപ്ലൈ എന്നുള്ള വോൾട്ടേജ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന സമയത്ത് മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് ലീഡ് ഇവിടെയുള്ള പോസിറ്റീവ് കണക്ഷനിലേക്ക് ചെയ്യുക. ഇവിടെ നെഗറ്റീവ് കണക്റ്റിലേക്കും കണക്ട് ചെയ്യുക. അപ്പോൾ മീറ്ററിന്റെ ഡിസ്പ്ലേയിൽ ആ വോൾട്ടേജ് എത്രയാണോ നിങ്ങൾ പവർ സപ്ലൈ നിന്ന് ലഭിക്കുന്നത് ആ വോൾട്ടേജ് ഇവിടെ ഡിസ്പ്ലേ കാണിക്കുന്നതായിരിക്കും. AC വോൾട്ടേജ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇവിടെയുള്ള DC AC സ്വിച്ച് പ്രസ് ചെയ്ത് AC-ലേക്ക് സെലക്ട് ചെയ്യണം. അതിനുശേഷം ലൈൻ വോൾട്ടേജ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ പ്രോബ് കണക്ട് ചെയ്ത് ഇവിടെ 203 വോൾട്ട് AC ഡിസ്പ്ലേ കാണിക്കുന്നതാണ്. അടുത്തതായി റെസിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് നോക്കാം. ഇതിന്റെ മീറ്റർ സെലക്ഷൻ സ്വിച്ച് ഓംസ് എഴുതിയ ഇതിലേക്ക് സെലക്ട് ചെയ്യുക. മീറ്റർ പ്രോബ് ഉപയോഗിച്ച് റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. മീറ്ററിൽ കാണിക്കുന്നത് 0.974 കിലോ ഓം ആണ്. അപ്പോൾ അത് മെഷർ ചെയ്യാൻ നമ്മൾ മീറ്ററിൽ കണക്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് 1 കിലോ ഓമിന്റെ റെസിസ്റ്ററാണ്. അടുത്തതായി ഡയോഡ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതിന് മീറ്റർ സെലക്ഷൻ സ്വിച്ച് ഡയോഡിന്റെ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യുക. ഡയോഡ് മെഷർ ചെയ്യുന്ന സമയത്ത് ഡയോഡിന്റെ പോസിറ്റീവിലേക്ക് മീറ്ററിന്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുക, നെഗറ്റീവിലേക്ക് നെഗറ്റീവും കണക്ട് ചെയ്യുക. ഇപ്പോൾ അവിടെ ആ ഡയോഡ് ഡ്രോപ്പ് ആണ് കാണിക്കുക. അത് 0.499 കാണിക്കുന്നുണ്ട്. അത് ഫോർവേഡ് ബയാസിലാണ് ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് റിവേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയോഡിന്റെ ആനോഡില് നെഗറ്റീവും കാത്തോഡില് പോസിറ്റീവും കണക്ട് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഇത് OL എന്ന് കാണിക്കും. എങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ആ ഡയോഡ് ഗുഡ് കണ്ടീഷനിലായിരിക്കും. അതുപോലെ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്ന സമയത്ത് സെലക്ഷൻ സ്വിച്ച് കപ്പാസിറ്ററിലേക്ക് ചേഞ്ച് ചെയ്യുക. മെഷർ ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണെങ്കിൽ ഇതിന്റെ പൊളാരിറ്റി അനുസരിച്ച് പോസിറ്റീവിലേക്ക് പോസിറ്റീവും നെഗറ്റീവിലേക്ക് നെഗറ്റീവും കണക്ട് ചെയ്യുക. ഇതിൽ 1 മൈക്രോഫാരഡ് കാണിക്കുന്നുണ്ട്. മെഷർ ചെയ്യാൻ എടുത്തിട്ടുള്ള കപ്പാസിറ്ററും 1 മൈക്രോഫാരഡിന്റെ കപ്പാസിറ്ററാണ് എടുത്തിട്ടുള്ളത്. ഒരു സർക്യൂട്ടിലെ DC കറണ്ട് മെഷർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ആദ്യം മീറ്റർ സെലക്ഷൻ സ്വിച്ച് അമ്മീറ്ററിലേക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് മില്ലി ആംപിയറിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രോബ് മില്ലി ആംപിയറിലല്ലേ ഉള്ളതെന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു സർക്യൂട്ടിൽ ഒരു 1 കിലോ ഓം റെസിസ്റ്റൻസിലേക്ക് 7 വോൾട്ട് സപ്ലൈ
കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള കറണ്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടി മൾട്ടിമീറ്റർ അമ്മീറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള മൾട്ടിമീറ്റർ ഈ സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഡിസ്പ്ലേയിൽ 7.2 മില്ലി ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്.